ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമ്മളും സുഖമായിട്ട് അങ്ങനെ പോണു. അങ്ങനെ ഇങ്ങനെയൊക്കെ പോണു കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾക്കൊരു ഹായ് പറയാനുണ്ട്. എനിക്ക് ഇന്നലത്തെ കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു മോൾക്ക് വേണ്ടിയിട്ട് ഒരു ഹായ് പറയുമെന്ന്. അപ്പോൾ ഫാത്തിമ ഫൈഹ മോൾക്ക് ഈ താത്താൻ്റെ വക വലിയൊരു ഹായിട്ടാ. അപ്പോൾ എനിക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ കമൻറ്റ് വന്നിട്ട് എനിക്ക് പറയാൻ പറ്റിയില്ലേ. ഇന്നലെ വേറെ വോയിസ് ഓവർ കൊടുക്കല്ലായിരുന്നു, വോയിസ് ഡയറക്റ്റായിട്ട് പറഞ്ഞ് കടടുത്ത് Q&A ചോദിക്കലൊക്കെ അല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഹായ് പറയാൻ പറ്റിയില്ല. അത് മുന്നേ ഞാൻ അൺലിമിറ്റഡ് ആക്കിയിട്ടേ, അത് കാരണം പറയാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട് മോൾക്ക് വേണ്ടിയിട്ട്. 7 വയസ്സാട്ടോ മോൾക്ക്. അപ്പോൾ എൻ്റെ വക വലിയൊരു ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വിശേഷങ്ങൾക്ക് കടന്നാലോ. അപ്പോൾ ഇന്നത്തെ വിശേഷം പറഞ്ഞാൽ ഈവനിങ് വ്ളോഗാണ് കേട്ടോ. രാവിലത്തെ വിശേഷങ്ങളും ഒന്നും ഞാൻ എടുത്തിട്ടില്ല. മക്കളിതവിടെ ഉണ്ട്. മക്കൾ നല്ല ഓടിക്കളിയും ബഹളവും കളിയാട്ട ഹാളിൽ. അങ്ങനെ കുട്ടികളുടെ ഒച്ചയും ബഹളമൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കേൾക്കാട്ടാ. അപ്പോൾ എന്താ വെച്ചെങ്കിലേ, പഞ്ചസാരയിൽ ഭയങ്കര ഉറുമ്പായിരുന്നു കേട്ടോ. ഞാൻ അന്ന് സാധനങ്ങൾ മേടിച്ചതിൻ്റെ കുറച്ച് ബാക്കി അതിൽ കൊള്ളാണ്ട് ഞാൻ ഒരു ഉറയിൽ കെട്ടി വെച്ചേക്കായിരുന്നു. നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഇന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ ചെറിയ കടിക്കണ ഉറുമ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വാഷിംഗ് മെഷീൻ്റെ മുകളിൽ എന്തായാലും വെയിലത്ത് വയ്ക്കാൻ പറ്റില്ല, വെയിലേ ഇല്ല, നല്ല മഴയാണല്ലേ, എന്ത് മഴ വെച്ചിട്ടാ. അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീൻ്റെ മുകളിലൊന്നും ഉറുമ്പൊക്കെ പോയിക്കോട്ടെ വെച്ചിട്ട് വെച്ചേക്കായിരുന്നു കേട്ടോ. രാവിലെ വെച്ചതാണ്. അപ്പോൾ ഉറുമ്പൊക്കെ പോയി ഒക്കെ ഞാൻ ആ പാത്രത്തിലൊക്കെ ആക്കി വെച്ചു. അപ്പോൾ ഉണ്ണിമോള് പഞ്ചസാരമ്മ ഇന്ന് കളിക്കുകയാണ്. അപ്പോൾ എൻ്റെ അവളെ കയ്യുമ്പോൾ ഒന്ന് കൊടുക്കണത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവൂലേ. അപ്പോൾ അവിടെയൊക്കെ പോയിട്ടാ പാത്രത്തിലേക്ക് ഇടുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വാരി. അപ്പോൾ കുട്ടികളൊക്കെ ഇത്തിരി ഹാപ്പി ആയിട്ടാണ് ഇരിക്കണത്. ഞാൻ കട പറഞ്ഞു നമുക്ക് വാഴാനി ഡാമൊന്ന് കാണാൻ പോവുക. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അവിടെ സേഫ്, അധികം പേടിക്കാനുള്ളതൊന്നുമില്ല. വെള്ളം കുത്തൊലിച്ച് വരിക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. വെള്ളം ഇങ്ങനെ നിൽക്കുന്ന ഡാമിൽ ഇങ്ങനെ വെള്ളം നിൽക്കണ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയിട്ട് കുട്ടികൾക്കൊന്ന് കളിക്കാം. അധികം ഒന്നും മഴ പെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. കടമുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. കുഞ്ഞോള് സോപ്പിങ്ങാണ് കേട്ടോ, കൊണ്ടുപോകാമെന്ന് പറഞ്ഞതിൻ്റെ സോപ്പിങ്ങാണ്. അപ്പോൾ അങ്ങനെ പറയാം കേട്ടോ. ലാസ്റ്റ് ഞാൻ പറയാം എന്താ ഉണ്ടായതെന്ന് ഞാൻ പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ നിങ്ങൾ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ ഇടാം കേട്ടോ. അങ്ങനെ ഫൈസി ഒന്ന് ദഫ് കളിക്കാൻ പോകുന്നുണ്ട് ഫൈസിയോട്. അപ്പോൾ ഫൈസി ദഫ് കളിക്കാൻ വേണ്ടിയിട്ട് ദഫൊക്കെ എടുത്തു. അവൻ ദഫ് മദ്രസയിൽ നിബിധനത്തിനൊക്കെ കളിച്ചായിരുന്നു, പിന്നെ പഠിക്കാൻ പോയിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്, കുറച്ച് മാസങ്ങൾക്കായിട്ട് ദഫ് പഠിപ്പിക്കലില്ല. അക്കാക്ക് വേറെ ജോലിയൊക്കെ ആയപ്പോൾ അങ്ങനെ നിർത്തിയേക്കാട്ടോ. പിന്നെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് ദഫ് കളിക്കാൻ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊന്ന് കളിക്കടാന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് മറന്നുണ്ടാവും. ഈ അതൊന്ന് എടുത്തിട്ടൊന്ന് കളിച്ച് നോക്ക് പറഞ്ഞപ്പോൾ അവന്ന് കളിച്ച് നോക്കാട്ടോ. പാട്ട് ഞാൻ ഇക്കടെ ഫോണിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ, കോപ്പിറൈറ്റ് വരും. അത് കാരണമായിട്ടാണ് ഞാൻ പാട്ട് ഇതിൽ കൊടുക്കാത്തത്. ഏതാ പാട്ട് വെച്ചിങ്ങനെ മധുഹിൻ്റെ ഈരടി പാട്, അങ്ങനെ ഒരു പാട്ടുണ്ട്. ആ പാട്ടിലാട്ടോ അങ്ങനെ കളിക്കണത്. അങ്ങനെ അവൻ കുറച്ച് നേരമൊക്കെ കളിച്ച് അതങ്ങോട്ട് എടുത്തേച്ച് മറന്നിട്ടൊന്നുമില്ല കേട്ടോ. കൊട്ടാനൊക്കെ അറിയണമൊക്കെ ഉണ്ട് ആൾക്ക്. അപ്പോൾ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. സമയം 2:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കാനോട് ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കണതിൻ്റെ ഇടയിൽ കറണ്ടും പോയി. പോകേണ്ട കാര്യങ്ങളൊക്കെ, മഴ വെച്ചെങ്കിൽ പോവില്ല കേട്ടോ ശൗലത്തി എന്നൊക്കെ പറയുകയാണെ. നല്ല മഴ വെച്ചെങ്കിൽ പോവില്ല എന്നൊക്കെ പറയാം കേട്ടോ. മഴ ഒന്നും അങ്ങനെ പെയ്തിട്ടില്ല കേട്ടോ, ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കാനേ ഉള്ളൂ. അങ്ങനെ നിങ്ങളുടെ അവിടെയൊക്കെ മഴയൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ട്, വല്ല കുഴപ്പമൊന്നുമില്ലല്ലോ, സേഫായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടെ അത്ര വലിയ കാര്യമായിട്ട് മഴയൊന്നും പെയ്തിട്ടില്ല. അപ്പോൾ പൂച്ച കണ്ടില്ലേ, സുഡു ഞങ്ങളുടെ പൂച്ചയാണ്. അത് ഇങ്ങനെ ചവിട്ടിയുമ്പോൾ അങ്ങനെ തണുത്തിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇക്ക വന്നിട്ട് പുതച്ചു കൊടുക്കുക. അപ്പോൾ എന്താവുക നീക്കാൻ നോക്കിയപ്പോൾ ഉണ്ണിമോൾക്ക് വെച്ചെങ്കിൽ ഇങ്ങോട്ടൊക്കെ കണ്ട് ഭയങ്കര പാവം തോന്നല കേട്ടോ. ഇവിടെ ആദ്യം ഒരു പട്ടി ചത്തപ്പോഴും ഒരു പട്ടിക്കുട്ടിയും ചത്തു. ഇവിടെ ആദ്യം പെറ്റ് കിടന്നപ്പോൾ അപ്പോൾ അതിനെ പൂച്ചിട്ടപ്പോൾ ഉണ്ട് ഇവള് കിടന്ന് കരയുക. ഇവൾക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. എന്തിനൊക്കെ വന്ന് ഇങ്ങനെ ചത്തപ്പോഴേ ഭയങ്കര വിഷമായി. അപ്പം പെട്ടെന്ന് കരയും ഈ പെണ്ണ്. അപ്പോൾ അങ്ങനെ അതിന് പൊതിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട് കേട്ടോ. അത് കാരണം ദേഷ്യം വരിക. നമ്മളിപ്പം ഫോണിൽ നെറ്റ് കയറ്റുന്ന പരിപാടി ഒന്നുമില്ല കേട്ടോ. അപ്പോൾ വൈഫൈ ഉണ്ടല്ലോ, അത് കാരണം നെറ്റൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ എപ്പോഴും കറണ്ട് പോകുന്നുണ്ട്. അപ്പോൾ മെഴുകുതിരി കത്തിക്കാൻ വെച്ചെങ്കിലോ അത് പറ്റണമില്ല, അത് അങ്ങനെ ചാടി വീഴുക, വെക്കാൻ പറ്റണില്ലേ.
അങ്ങനെ ഒരു വിധം എഴുതി അങ്ങനെ വെച്ചു. അപ്പോൾ ചായ ഉണ്ടാക്കുക, കുറേ നേരം ഇക്ക പറയുന്നു ചായ ഉണ്ടാക്കടി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറണ്ട് ഇല്ലാത്ത കാരണം ഇങ്ങനെ അടുക്കളയ്ക്ക് കയറാൻ ദേഷ്യം വരും കേട്ടോ. അപ്പോൾ പറയണേ കറണ്ട് ഉണ്ടെങ്കിൽ എനിക്ക് ചായ വെക്കാൻ പറ്റുള്ളൂ, ആ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് നമുക്ക് ചായ വെച്ചുകൂടെ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ എന്തിനും ഒരു കറണ്ട് ഉണ്ട് ഇക്കാക്ക്. അങ്ങനെ കറണ്ടൊക്കെ വന്നു, അവിടുന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതാ മാഗി ഉണ്ടാക്കുന്നുണ്ട്. ഇന്നലെ മാഗി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്ക് വെച്ചെങ്കിൽ മാഗി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് വെച്ചെങ്കിൽ ഇതിൻ്റെ മണം ഇങ്ങനെ വരുന്നത് തന്നെ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ദേഷ്യമാട്ടോ ഈ മാഗി, അതിൻ്റെ മണം ഇഷ്ടമല്ല. ഞാൻ ചിലപ്പോൾ മൂപ്പോത്തിട്ടൊക്കെ അങ്ങനെ നിൽക്കും കേട്ടോ. അങ്ങനെ ഇക്കാക്ക് വല്ലപ്പോഴും ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കുന്നതാണ്. അതിന് ഇക്കാക്ക് തോന്നണം കേട്ടോ. ഇതിൽ ഇരിക്കുന്നുണ്ടിട്ട് ഇവരെ കൂടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അങ്ങനെ പാൽ ചായയൊക്കെ റെഡിയായി. അങ്ങനെ പാൽച്ചായൊക്കെ റെഡി ആയിട്ടാ. അവളിത് അവിടെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ചായ കൊടുക്കണം. ചായക്ക് അവിടെ പൊരിച്ചില്ല. കുട്ടികൾ കുറേ നേരമായി ചായ ചോദിക്കുന്നു. അപ്പോൾ അവർക്ക് 2 ആൾക്ക് ചായ ഞാൻ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ കുട്ടിക്ക് നമ്മുടെ ഇക്കാക്കുള്ള ചായ കൊടുക്കാട്ടാ. എന്നിട്ട് എന്താ പറയുക കാട്ടി ചായ കൊടുത്തിട്ട് ചായ എവിടെ പറഞ്ഞിട്ട് ചായ കുടിക്കാണ്ട് കുറച്ച് കുടിച്ചിട്ട് അവിടെ വെച്ചു. എനിക്ക് ദേഷ്യം വന്നു കേട്ടോ. ഇതാണോ ചായ ചോദിച്ചിട്ട് കുടിക്കാനെന്നൊക്കെ പറയുകയാണേ. അപ്പം അങ്ങനെ ആ ഉണ്ടാക്കിയ പാത്രത്തിൽ എന്നെ വേറെ പാത്രത്തേക്ക് ഒന്നും ഇടുന്നില്ല കേട്ടോ. അങ്ങനെ കൊടന്ന് വെച്ചിട്ട് 4 ആളും കൂടി വട്ടളഞ്ഞിരുന്ന് കഴിക്കാട്ടാ. അപ്പോൾ അവർ പറയണത് എന്താ വെച്ചാൽ ഉമ്മച്ചിക്ക് കുറേ പാത്രം കഴുകാനാക്കണ്ട, അത് കാരണം ഞങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറയാം. ഓ എന്തൊരു സ്നേഹമല്ലേ കുട്ടികൾക്കും ഇക്കാക്കൊക്കെ. ഇക്ക പോയിട്ട് അവരുടെ ഇടയിൽ പോയിരിക്കും നോക്ക്. അങ്ങനെ ഏട്ടാ ഇക്ക അങ്ങനെ ഡാമിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയില്ല കേട്ടോ. ഞങ്ങളതിനൊന്നും എന്താ ഇക്കാക്ക അപ്പത്തിന് ഒരു ഓട്ടം കിട്ടി, കട കൂട്ടുകാരൻ്റെ വക ഒരു ഓട്ടം കിട്ടിയിട്ടാണ്. അപ്പോൾ അത് ഇപ്പോൾ കേട്ടപ്പോൾ പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞോള് ഭയങ്കര കരച്ചിൽ നിർത്തണില്ല കേട്ടോ. എന്ത് കാട്ടിയിട്ട് ഒരു കാര്യമില്ല. പിന്നെ പോവാന്നൊക്കെ അങ്ങനെ പറയുകയാണേ. അപ്പം ഓട്ടം കിട്ടിയതല്ലേ, 10 ഉറുപ്പ്യ കിട്ടണതല്ലേ, അത് ഇനി എന്തിനാണ് മുടക്കണമെന്ന് വെച്ചിട്ട് അങ്ങനെ ഒക്കെ പറയാതെ മുടക്കാൻ പറ്റില്ല. ഇക്കാക്ക് വേണ്ടപ്പെട്ട ആളെ കേട്ടോ, ഫ്രണ്ട്സിൻ്റെ ഒരു ഓട്ടമാണ്, അത് കളയാൻ പറ്റില്ല എന്നൊക്കെ പറയുക. ഡാമിലേക്ക് നമുക്ക് പിന്നെയും പോവാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ പിന്നെ സെറ്റായിട്ടാണ്. എനിക്ക് കുറച്ച് ദേഷ്യമൊക്കെ വന്നിട്ടാ. ഞങ്ങളൊക്കെ ഇന്ന് ആ ഡാമിൽ കൂടെ അതിനൊക്കെ നടക്കുക, നല്ല വെള്ളമൊക്കെ ഉണ്ട്, ഇങ്ങനെ നിൽക്കണത് കാണാമെന്നൊക്കെ വിചാരിച്ചു. ഷട്ടർ തുറന്നിട്ടൊന്നുമില്ല, എന്നാലും വെള്ളം ഇങ്ങനെ തോനായിട്ടുണ്ടാവും, കാണാൻ നല്ല ഭംഗിയാണ് അവിടെ സ്ഥലമൊക്കെ. കാണാത്തവർക്ക് കാണും ചെയ്യാച്ചിട്ടൊക്കെ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. അങ്ങനെ കുഞ്ഞോള് ഭയങ്കര കരച്ചിലാട്ടാ. കരച്ചിൽ നിർത്തണില്ല, ഉമ്മ വയ്ക്കലുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്നാലും കരച്ചിലിന് ഒരു കുറവുമില്ല. ഇവളാച്ചിങ്ങനെ തുടങ്ങിയ നിർത്തില്ല കരച്ചിൽ, ഇങ്ങനെ കരഞ്ഞും കൊണ്ട് നിൽക്കൂട്ടാ. അപ്പോൾ ഇക്കാക്ക് പേടിയാണ്. പിന്നെ ഈ തേങ്ങൽ വരും, അപ്പോൾ ഇക്കാക്ക് ഭയങ്കര പേടിയാട്ടാ. അങ്ങനെ എല്ലാവരും മുഖം പോയി. പൈസയ്ക്ക് പിന്നെ ഐസ്ക്രീം മേടിച്ചാലേ പറഞ്ഞപ്പോൾ അവൻ സെറ്റായിട്ടാണ്, അവന് വലിയ കുഴപ്പമില്ല. അപ്പോൾ അവൾക്ക് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണെ. അപ്പോൾ ഇക്കാക്ക് ആകെ പേടിയായി, കണ്ണുറിച്ച് തുടങ്ങി. ഇക്കാക്ക് ഇങ്ങനെ തേങ്ങണതൊന്നും കേൾക്കണത് ഭയങ്കര പേടിയാണ്. അപ്പോൾ വേഗം അവളെ എടുത്ത് കൊണ്ടുപോയിട്ടാണ്. എന്നിട്ട് ബൈക്കിൽ കൊണ്ടുപോയിട്ട് എന്താ ചോക്കോബാറൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് വീഡിയോയിൽ കാണാട്ടോ. ഇക്കാക്ക് പേടിച്ചിട്ടാട്ടോ പോയി എടുത്ത് കൊണ്ടുപോകണത്. എന്താ വെച്ചെങ്കിലേ തേങ്ങി നിൽക്കുകയാണേ. ഇവിടെ തുടങ്ങി കഴിഞ്ഞാൽ നിർത്തില്ല, ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കും. അങ്ങനത്തെ ഒരു സ്വഭാവമാട്ടോ കുഞ്ഞോൾക്ക്. അപ്പോൾ അങ്ങനെ നിങ്ങൾ വരുന്നുണ്ട് എല്ലാവരും വായ, നമുക്ക് ബൈക്കിൽ പോയി കറങ്ങിയിട്ട് വരാമെന്നൊക്കെ പറയുക. അപ്പോൾ സുഡൂന് എവിടേക്കും പോകണ്ട. സുഡൂന് ഒരു മീൻ പൊരിച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ അവിടെ സെറ്റായി ചവിട്ടിയിൽ ഒതുങ്ങി കിടന്ന് ഉറങ്ങിക്കോളും. അതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. കുട്ടികൾക്ക് വെച്ചെങ്കിലോ എവിടേക്ക് പോകണം, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. എന്താ വെച്ചെങ്കിൽ സ്കൂളും ഇല്ല, മദ്രസയില്ല, ഇന്ന് ട്യൂഷനൊക്കെ ഉണ്ട്. ഡാമിലേക്ക് പോകാമെന്ന് പറഞ്ഞ കാരണം ട്യൂഷന് പറഞ്ഞേച്ചില്ല കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ലല്ലോ, ഇങ്ങനെ ഒരു ഓട്ടം കിട്ടുമെന്ന് ഒന്നും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇക്കാക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നൊക്കെ ഉണ്ട് കേട്ടോ ചെറുതായിട്ട്. കരച്ചിൽ കേൾക്കുമ്പോഴേ കരയി തന്നെ തേങ്ങ തന്നെ കേട്ടാ. അപ്പോൾ അങ്ങനെ അത് കാണുമ്പോൾ ഇക്കാക്ക് ദേഷ്യം വരുന്നൊക്കെ ഉണ്ട്, പേടിയാണേ. അങ്ങനെ എന്തായി ഇവരെയും കൊണ്ടിട്ട് വെറുതെ ഒന്ന് അങ്ങനെ കറങ്ങിക്കാട്ടാ. അപ്പോൾ ഇക്കാടെ ബൈക്ക് വേറെയാണ്, ഒരു ചുമപ്പ് റെഡ് ബൈക്കല്ലേ നിങ്ങൾ കണ്ടേക്കണത്. എന്താ വെച്ചെങ്കിൽ അത് പണിക്ക് കയറ്റിയേക്കാട്ടാ. ഇക്കാടെ ഇപ്പോൾ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ എവിടെയെങ്കിലൊക്കെ വെച്ച് നിൽക്കുകയാണേ. അപ്പോൾ ഒരുപാട് ഓടിയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ എന്തായാലും വർക്ക്ഷോപ്പിലേക്ക് കയറ്റി. അപ്പോൾ അനിയത്തിയുടെ ഭർത്താവ് കൊടുത്തതാട്ടാ വണ്ടി. അവൻ്റെ കുറേ വണ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ കൊടുത്തത്, അത് അളിയൻ്റെ വണ്ടി പണി കഴിഞ്ഞിട്ട് കിട്ടുമ്പോൾ കുറഞ്ഞ മതി പറഞ്ഞിട്ട് ഓടിക്കാൻ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ അവരൊക്കെ ഇതാ ചോക്കോബാറൊക്കെ മേടിച്ചു. എന്താ കുഞ്ഞോളുടെ സന്തോഷം, വരുമ്പോഴത്തെ സന്തോഷം കണ്ടെങ്കിൽ. ചോക്കോബാർ കിട്ടിയില്ലേ, അത് കഴിച്ച് കഴിഞ്ഞിട്ട് തുടങ്ങി പിന്നെയും കരച്ചിൽ. അവള് വിധം മാറിയിട്ടാ, പിന്നെയും കുറച്ച് നേരം കരഞ്ഞു.
അപ്പോൾ അങ്ങനെ ഞാൻ പറയാം, ഓ ചോക്കോബാർ തീറ്റ കഴിഞ്ഞപ്പോൾ എന്താ ഉള്ളത് കരച്ചിൽ, എന്താ ഇപ്പം ഇങ്ങനത്തെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞിട്ട് അവളെന്നെ ചീത്ത പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇക്കും മേടിച്ച് കൊടുന്നു, ഇക്കാക്ക് മേടിച്ചില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പകുതി ഇക്കാക്കും കൊടുത്തു. ഇവരൊക്കെ ഭയങ്കര ഇത് കഴിക്കാൻ ഒന്നാമത്തെ അറിയണില്ല കേട്ടോ, ഇതിങ്ങനെ ചാടി പോവുകയാണേ, എനിക്കിത് കഴിക്കാൻ അറിയേ ഇല്ല. അതിങ്ങനെ ഇങ്ങനെ ചാടിയിട്ട് നിലത്തേക്ക് തന്നെ വീഴും. അതൊക്കെ നമ്മുടെ പൂച്ചോളും കഴിക്കുന്നുണ്ട് കേട്ടോ, നിലത്തേക്ക് വീണതൊക്കെ പൂച്ചോള് കഴിക്കുന്നുണ്ട്. അങ്ങനെ ആകെ അവിടെ ഒറ്റി ചാടിയിട്ട് ഉമ്മറ ആകെ കൊളായിട്ടുണ്ട്. അപ്പോൾ പകുതി ഇക്കാക്കും കൊടുത്തുട്ടോ, ഇക്കാക്കും തിന്നാൻ പറ്റുന്നില്ല. അപ്പോൾ ഇക്ക പറയണത് ഒക്കെ ഇതാ പോണു, ഈ എന്നെ തിന്നോ പറഞ്ഞിട്ട് ഇൻ്റെയൊക്കെ എന്നെ തന്നിട്ട് ഇക്ക ഓട്ടത്തിന് പോയിട്ടാ. എന്താ സമാധാനം ഇല്ല കേട്ടോ, അത് ഒഴിവാക്കാനും പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെ പോവുക, മണ്ണുത്തിക്കാണ് കേട്ടോ പോണത്. അപ്പം അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായി പറഞ്ഞ് ഞങ്ങളതിനെ പറ്റിച്ചുക്ക കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു പറ്റിക്കല. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോഴും വെപ്പറാളാട്ടോ, എവിടേക്ക് പോകുമ്പോഴും അതെ, ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴും സമാധാനമായിട്ട് ഇന്നത്തെ വരെ പോയിട്ടില്ല. എങ്ങോട്ട് പോകുമ്പോഴും ഈ ചാടി പിടിച്ച് വെപ്പറാളം കാട്ടിയിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോകില്ല. അതൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ, ഇക്ക എങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴും സമാധാനത്തിൽ ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്. പെട്ടെന്ന് വരും വേണം, പെട്ടെന്ന് പോവും വേണം, അങ്ങനെ ഒരു സമാധാനം ഇല്ലാത്ത ഒരു പോക്കല്ലേ ഞങ്ങളെന്നെ എവിടേക്ക് പോകുമ്പോഴും കൊണ്ടുപോകാന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് നല്ല ദേഷ്യം വന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ അങ്ങോട്ട് മാറി ലാസ്റ്റ് എന്താ ഇനി മുറ്റടിക്കാൻ അതിൻ്റെ ചൂലെടുത്തു. എൻ്റെ കാര്യമല്ല, എനിക്ക് ദേഷ്യം വന്നത് ഞാൻ ചൂലെടുത്തുട്ടാ മുറ്റടിക്കാൻ. എന്താ വെച്ചാൽ ഇവിടെ അടിക്കാറുണ്ട്, ഞാൻ ഉച്ചയ്ക്ക് ശേഷം അടിക്കുക. ഇപ്പോൾ കുറേ മുട്ടായി തിന്നിട്ടും അത് തിന്നിട്ടും ഒക്കെ ഉമ്മർത്തിക്ക് ഇട്ടുണ്ട് കേട്ടോ. ഈ മഴ കാരണം ഒന്നും ഇവിടെ അടിക്കാറില്ല. ഇനിയിപ്പോൾ ലാസ്റ്റ് റോഡ് അടിക്കലായില്ല, ഇനിയിപ്പോൾ കമൻറ്റ് വരും വല്ലവരെ വളപ്പ് അടിച്ച് വരിയിട്ട് ഇപ്പോൾ ലാസ്റ്റ് റോഡ് അടിക്കേണ്ട അവസ്ഥ ചെയ്യുന്നത്. ഇവിടെ ഞാൻ അടിക്കാറുണ്ട് കേട്ടോ ഗൈസ്, ഉച്ചയ്ക്ക് ശേഷം ഞാൻ അടിക്കുള്ളൂ ഈ ഭാഗമൊക്കെ. അപ്പോൾ അങ്ങനെ റോഡും അടിച്ചു ഒരു ലാസ്റ്റ്. ദേഷ്യം അങ്ങോട്ട് വന്നു. അപ്പോൾ റോഡ് അടിച്ചപ്പോൾ എൻ്റെ ദേഷ്യം പോയി, ഒക്കെ പോയി. അങ്ങനെ എന്തായി, ഇനി ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകി ആകെ ഒലിച്ചിറങ്ങിയിട്ടേ ഈ ചോക്കോബാറൊക്കെ പോയിട്ട് ഒട്ടിയിട്ട് വയ്യ. ഇനി പീച്ചൊക്കെ വരും. അപ്പോൾ എന്തായാലും ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുട്ടികൾ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്, അവർ ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ തീറ്റൊക്കെ കഴിഞ്ഞിട്ടേ കുറച്ച് കഴിഞ്ഞപ്പോൾ പെണ്ണ് കരയൊക്കെ ചെയ്തു. അത് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. ഇനിയിപ്പോൾ കുറേ വീഡിയോ ആയി കഴിഞ്ഞാൽ ലെങ്ത്ത് ഇങ്ങനെ കൂടി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അങ്ങനെ ചെറിയൊരു വീഡിയോ തന്നെയാണ് കേട്ടോ, അത്ര അങ്ങോട്ട് ലോങ് ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ വീഡിയോ. അങ്ങോട്ട് മൂടൊക്കെ അങ്ങോട്ട് പോയി വീഡിയോ എടുക്കണതിൻ്റെ. ഇനിയിപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഞായറാഴ്ച പോയിട്ട് നമുക്ക് ഡാമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ കാണാത്തവർക്കൊക്കെ. ഇവിടെ ഒരു അടുത്തൊരു ഡാമുണ്ട്, വാഴാനി ഡാം എന്നൊക്കെ പറയും, ചിലർ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാട്ടിത്തരാം. അപ്പോൾ എന്താ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കമൻറ്റൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ കുട്ടികളധികം കാണിച്ചിട്ടുണ്ട്, ഇനി കമൻറ്റ് ബോക്സ് ഓഫാകുമോ എന്ന് അറിയുന്നില്ല. ഓഫായി കഴിഞ്ഞാൽ ഞാൻ ഓഫാക്കിയതല്ല കേട്ടോ ഗെയ്സ്, അത് മക്കളധികം കാട്ടി കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സ് ഓഫാവും, ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവണതാണ് കേട്ടോ. അങ്ങനെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഈ ദേഷ്യം വന്നിട്ട് ആ റോഡ് അടിച്ചു വരി അവിടെയൊക്കെ കഴുകും ചെയ്തു, ഒക്കെ ചെയ്തു. എൻ്റെ ദേഷ്യമൊക്കെ അങ്ങനെയും പോയിട്ടാ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.